നമസ്കാരം. എന്തു വന്നാലും ഞാനുണ്ട്, വന്നാൽ പിന്നെ ഞാൻ വേണ്ടല്ലോ അതുണ്ടല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയിലായി വെള്ളാപ്പള്ളി നടേശൻ. നടേശൻ കഷ്ടകാലത്തിന് തലമുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന അവസ്ഥയായി. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച് നടന്നയാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അതിനുവേണ്ടി ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധി വിപരീതമായി പോയി. അതോടെ വെള്ളാപ്പള്ളി നടേശൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വെറുക്കപ്പെട്ടവനായി. ഇന്നലെ വരെ വി ഡി സതീശനെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് സതീശൻ്റെ വരവും തുടക്കവും ഗംഭീരമായി എന്നാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു കാര്യം തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടി പരാജയപ്പെട്ടതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേഡറുകൾക്കാണ്. അവർ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിച്ചില്ല പോലും. പാർട്ടി പറഞ്ഞതൊന്നും അവർ കേട്ടില്ല, അതാണ് കാരണം. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ തോൽവിയുടെ ഭാരമെല്ലാം വെച്ചു കൊടുത്തത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ തലയിലാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. അതാണ് പരാജയത്തിന് കാരണമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെ പി ശശി രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്കെതിരെ ഉന്നയിച്ച വ്യാജ ആരോപണം പിൻവലിച്ച് വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്നാണ് പി ശശിയുടെ വക്കീൽ നോട്ടീസിൽ ഉള്ളത്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എത്ര കോടി രൂപയ്ക്ക് കേസ് കൊടുക്കുമെന്ന് വെളിവായിട്ടില്ല. വക്കീൽ നോട്ടീസ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി ശശിയോട് മാപ്പ് ചോദിക്കും. സമസ്ത അപരാധങ്ങളും പറഞ്ഞ് യാചിച്ചെന്നിരിക്കും. വെള്ളാപ്പള്ളിയെ ആരെങ്കിലും വക്കീൽ നോട്ടീസ് അയച്ച് പേടിപ്പിക്കുമോ? തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമായി വെള്ളാപ്പള്ളിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് കായംകുളത്തെ മുൻ MLA യു പ്രതിഭയായിരുന്നു. യഥാർത്ഥ ശ്രീനാരായണിയായ എന്നെ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി മനഃപൂർവ്വം തോൽപ്പിക്കുകയായിരുന്നു എന്നവർ ആരോപിച്ചു. ഇതിന് മറുപടിയായി വെള്ളാപ്പള്ളി പറഞ്ഞത് മക്കളെ മര്യാദയ്ക്ക് വളർത്തണമെന്നും കഞ്ചാവ് വിൽക്കാൻ വിടരുതെന്നുമാണ്. പ്രതിഭ ജയിക്കാൻ അർഹയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. മകനെ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചതിന് വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് യു പ്രതിഭയും. പക്ഷേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അതിന് അനുവാദം നൽകണം. മകനെതിരെയുള്ള കഞ്ചാവ് കേസ് പ്രതിഭ സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിച്ചതൊന്നും വെള്ളാപ്പള്ളി അറിഞ്ഞു കാണില്ല. എന്തായാലും പി ശശിയുടെ വക്കീൽ നോട്ടീസ് കൂടി കിട്ടുന്നതോടെ വെള്ളാപ്പള്ളി വലയും. ഇതേ ശശി അൻവറിൻ്റെ ആരോപണങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ഒരു ലോഡ് ആരോപണങ്ങളാണ് ശശിക്കെതിരെ അൻവർ എന്ന് ആരോപിച്ചത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ വിജയരാഘവൻ നിന്ന് ആഞ്ഞടിക്കുന്നത് കണ്ടു. ആരാണ് വർഗീയവാദി എന്നൊരാളോട് ചോദിച്ചാൽ ഒരു ശരാശരി മലയാളിയോട് ആരാണ് വർഗീയവാദി എന്ന ചോദ്യത്തിന്റെ ഉത്തരം തരിക്കും. ആരാ? എണീറ്റിന്ന് ചാടി ഒരു ഉത്തരം പറയും, വെള്ളാപ്പള്ളി നടേശനാണ്. അന്നത് കേട്ടപ്പോഴൊക്കെ പാൽപ്പായസം പോലെ നുകരുകയായിരുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സകല കമ്മ്യൂണിസ്റ്റുകാർക്കും കൈപ്പായി തുടങ്ങി. നടേശൻ്റെ വർഗീയ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് അന്നൊരിക്കൽ ശൈലജ ടീച്ചർ ഒരു ചാനലിലിരുന്ന് മെഴുകുന്നത് കണ്ടായിരുന്നു. വെള്ളാപ്പള്ളി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ പറ്റിയല്ല, മുസ്ലിം ലീഗിനെ പറ്റിയായിരുന്നു. ഈ പാവങ്ങളൊക്കെ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിനകത്ത് കയറ്റിയത് കൊണ്ടാണ് ഈ തോൽവിയെല്ലാം ഉണ്ടായതെന്നാണ്. അല്ലെങ്കിലും തോറ്റു തുന്നം പാടുമായിരുന്നു. ഒന്നൊഴിയാതെ ചെയ്തു കൂട്ടിയതിൻ്റെ എല്ലാം ദുഷ്കർമ്മ ഫലങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇത്രയും മുഴുത്ത ഒരു പരാജയത്തിലേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിട്ടും പിണറായി വിജയനെതിരെ മാത്രം ഏതെങ്കിലും ഒരുത്തൻ കമാ എന്നൊരക്ഷരം മിണ്ടുന്നുണ്ടോ? കേഡർമാർ പാർട്ടിയുടെ ആശയങ്ങളെ ജനങ്ങളിൽ എത്തിച്ചില്ല പോലും. അതിനിപ്പോൾ എവിടെ ഇരിക്കുന്നു സഖാക്കളെ പാർട്ടിക്ക് കേഡർമാർ? കുറേ കമ്മികൾ സൈബർ ക്യാപ്സൂളും വിഴുങ്ങി എതിരാളികളെ തെറി വിളിക്കുന്നതല്ലാതെ ജനങ്ങളുമായി അവർക്ക് വല്ല ബന്ധവുമുണ്ടോ? എന്തായാലും പിണറായി വിജയന് മാത്രമല്ല വെള്ളാപ്പള്ളിക്കും ഇനി കഷ്ടകാലമാണ് വരാൻ പോകുന്നത്. വെള്ളാപ്പള്ളി ജന്മസിദ്ധമായ ഓന്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ UDFകാരെ പറ്റി നല്ലതേ പറയാനുള്ളൂ. പിണറായി വിജയന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് പോയ ഗൺമാന്മാരുടെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. ഇതേ അവസ്ഥയിൽ ഇതാ EP ജയരാജനും എത്തിയിരിക്കുന്നു. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ രക്ഷാപ്രവർത്തനം നടത്തിയ സംഭവത്തിൽ കോടതി EP ജയരാജനെതിരെയും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ആ പുള്ളിയും കിടന്ന് കരയുന്നത് കേട്ടു, ഞാൻ മുഖ്യമന്ത്രിയെ രക്ഷിക്കുകയായിരുന്നു എന്ന്. പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യാൻ പോയ എല്ലാ അവന്മാരുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ. പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചതിനാലാണ് ഈ ഭരണം ഇങ്ങനെ തരികിടയായത് എന്നാണ് നടേശൻ പറഞ്ഞിരിക്കുന്നത്. അതിന് 100 കാരണങ്ങൾ നിരത്തി മറുപടി തിരിച്ചയക്കാനും കഴിയും. പിണറായി ഭക്തരെല്ലാം കൂടി തമ്മിൽ തല്ലുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. എന്തായാലും നോട്ടീസ് കയ്യിൽ കിട്ടിയതിന് ശേഷം വെള്ളാപ്പള്ളി ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ സാധ്യതയുണ്ട്. അന്ന് വെള്ളാപ്പള്ളി ബാക്കി കാര്യങ്ങൾ കൂടി വിളിച്ചു പറയും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളസങ്കേതമാണെന്ന് പറഞ്ഞ അൻവറിനെതിരെ നോട്ടീസ് അയച്ചതല്ലാതെ ഇതുവരെ ശശി കേസിനൊന്നും പോയതായി അറിയില്ല. തേവരിരിക്കെ ബലിക്കല്ലിനെ തൊഴണ്ട എന്ന് കരുതി പി ശശിയോട് കൂടുതൽ അടുക്കാനൊന്നും വെള്ളാപ്പള്ളി പോയില്ല. അതാണ് ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം.